നോർമലി നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ആൾക്കാരുടെ പുറകെ പോകുമ്പോൾ ഇവിടെ ഒരാള് പ്ലീസ് എന്റെ ഒരു ഇന്റർവ്യൂ എടുത്തു തരൂ. വെൽക്കാച്ചിട്ടോ. ഈ നസ്രിനാന്ന് പറയുന്ന ഈ 10 റുപ്യന്റെ തേൻമുട്ടായി ഇത് പിള്ളേരെല്ലാം മായി തിന്നുന്ന സാധനമാണ്. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇതിൽ തേനില്ല. എന്താ ഇല്ലാത്ത ഞാൻ എന്റെ തേൻ സ്വന്തം എന്ന് പറയാൻ പോരെ. തിന്നാനും കുടിക്കാനും കിട്ടുന്നുണ്ട്, ഇടാനും കൊടുക്കാനുണ്ട്. കൊതുള്ള സമയം വരെ പണിക്കും പോവാം. എന്തുള്ള സമയം? കൊതുള്ള സമയം വരെ അതേത് പണി? എടാ ഞാളെ കൊതല്ല. ഇത് കഴിഞ്ഞിട്ട് കുറെ പ്രപ്പോസൽസ് എന്തായാലും വരും. കാരണം കുറെ ഗേൾസിന് ഇങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടമാണ്, നമ്മൾ വരച്ച് വരെ നിൽക്കുന്ന ആൾക്കാരൊക്കെ. അപ്പൊ അങ്ങനെ പ്രപ്പോസൽ വന്ന് ഇപ്പൊ കുറെ ഒരു 3-4 പേര് ഒരേ സമയം പ്രപ്പോസ് ചെയ്ത് എന്ത് ചെയ്യും? ഓൽക്കാരും കുഴപ്പമില്ലെങ്കിൽ 4 ആളും ഞാൻ റെഡി. വെറുതെ അവൾ ഇട്ടിട്ട് പോയത്. ന്യൂ ഇയർ ആൾക്കാരോട് ഇപ്പൊ ന്യൂ ഇയർ വിഷ് എങ്ങനെയായിരിക്കും പറയുന്നത് അച്ചൂട്ടന്റെ സ്റ്റൈലില്? എന്റെ സ്റ്റൈലില് ഞാൻ പറയും പിന്നെ കഴിഞ്ഞ കൊല്ലോ അതിന്റെ മുമ്പിലത്തെ കൊല്ലോ കഴിഞ്ഞ പോയ കൊല്ലം ഒക്കെ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഈ കൊല്ലം അങ്ങനെ തന്നെയോ? ഞാനൊരു വീഡിയോ കണ്ടു, ഏതെങ്കിലും പെൺപിള്ളേരുണ്ടെങ്കിൽ വാ ഞാൻ ഹൗസ് ഹസ്ബൻഡ് ആയിട്ട് ഇരിക്കാം. ഞാൻ വെറുതെ പറഞ്ഞല്ല. പ്രായത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 35 മേലെ പോകണ്ടല്ലടാ. 4 വയസ്സ് ഡിഫറൻസ് ഓക്കെ ആണോ? എന്റെ സങ്കല്പത്തിൽ കുട്ടി ഇങ്ങനെയല്ല. ഞാനാണെങ്കിൽ ഇതേപോലത്തെ എന്റെ ഭാവി ഹസ്ബൻഡിനെ കുറിച്ചുള്ള സങ്കല്പം ഇതാണ്. നേരം വെളുക്കുന്ന എനിക്ക് ഇഷ്ടമുള്ളടത്തിലൊക്കെ പോന്ന് ഇങ്ങനെ 2000 ഒരു 5000 പൈസ അയച്ചു തരിക. പിള്ളേർ കേൾക്കണേ പിള്ളേർ നോക്കി കുത്തിരിക്കുക, ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക. ആദ്യം പിള്ളേരായിട്ട് കല്യാണം കഴിക്കും. ഒരു ചെറിയോളെല്ലാം വളയുമ്പോ സ്വയം തോന്നുമല്ലോ, കക്ഷത്തുള്ളതും ഉത്തരത്തിലുള്ള ഒന്നിച്ചെടുക്കാൻ നോക്കും. അപ്പൊ നീ ഒരേ സമയം രണ്ടുപേരും അല്ല അങ്ങനെയല്ല ഞാൻ പറയാ. കക്ഷത്തിലുള്ളത് പോവാനും പാടില്ല. അപ്പൊ നീ രണ്ടുപേരും നോക്കില്ല ഒരേ സമയം? എല്ലാരും നോക്കൂ. എനിക്ക് എല്ലാരോടും ഇഷ്ടമാണ്. സ്നേഹം പരക്കണം എന്നാണല്ലോ. മരിച്ചു പോയല്ലേ, മരിച്ചാനല്ലേ, അങ്ങോളം ജീവിക്കുവോ? ഇല്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കണ? ഇന്ന് എൻ്റെ കൂടെ നോർമലി ഫസ്റ്റ് ഇൻട്രോ ഇടും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മസ്തി വിത്ത് മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ. കാരണം ഇന്ന് ഇങ്ങനത്തെ ഒരു ഇൻട്രോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നോർമലി നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ആൾക്കാരുടെ പുറകെ പോകുമ്പോൾ ഇവിടെ ഒരാൾ പ്ലീസ് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തു തരൂ, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നപ്പോൾ ഞങ്ങൾ പുള്ളിയുടെ പ്രൊഫൈൽ നോക്കിയപ്പോഴെന്താ എല്ലാ വീഡിയോസും ഭയങ്കര റീച്ച് എന്നുവെച്ചാൽ ഭയങ്കര നിഷ്കളങ്കമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അച്ചൂട്ടനെ വിളിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. കാരണം ഓൻ്റെ എക്സ് ലവർ ഓൻ അങ്ങനെയാണ് വിളിക്കാറുണ്ട്. വെൽക്കം അച്ചൂട്ടോ. വെൽക്കം. ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഞാൻ നിന്റെ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ആണ്. നീ വിളിക്കണോണ്ട് കുഴപ്പമുണ്ടോ? ഞാൻ ചെറുതാ. എത്ര വയസ്സുണ്ട്? 25. അച്ചടോ. ഈ നസ്രിനാന്ന് പറയുന്ന ഈ 10 റുപ്യന്റെ തേൻമുട്ടായി ഇതാണ് വൈറലായി പിള്ളേരെല്ലാം മായി തിന്നുന്ന സാധനമാണ്. ഇത് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ ഇതിൽ കണ്ടോ, ഇതിൽ തേൻ ഉണ്ടാവില്ല. തേനില്ല. എന്താ ഇല്ലാത്ത തേനാണ് എന്റെ വീഡിയോ കണ്ട് നിൽക്കുന്നത്. ഓക്കെ ഞാൻ തേന് പിന്നെ ഇല്ലെങ്ങനെ ഉണ്ടാകാനാ? അതെ പിന്നെ രവിയേട്ടന്റെ പീടിയാണ് ഐഡിയ കിട്ടിയതോ? രവിയേട്ടന്റെ പീടിയെ പോയി ഞാള്. അപ്പാട് അവിടെ പോയിട്ട് പിന്നെ തേൻമുട്ടായി പീടിയാ കടമായി തിന്നാൻ പോന്ന. അവിടെ പോയാൽ ഒരു തേൻമുട്ടായി കിട്ടി, വാങ്ങി. ഷാമില വാങ്ങി പറയണല്ലോ. ഷാമില് വാങ്ങിയാറ എനിക്ക് വെറുതെ തോന്നി അങ്ങനെ ആക്കാൻ. അപ്പാട് അന്ന് അങ്ങനെ ചെയ്തു. ഒന്ന് പറഞ്ഞത് തേൻമുട്ടായി ഒന്ന് സങ്കല്പിച്ചു. ഇത് കണ്ടോ, നസ്രിനാന്ന് പറയുന്ന തേൻമുട്ടായി. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇതിൽ തേനില്ല. എന്താ ഇല്ലാത്ത ഞാൻ എന്റെ തേൻ. പക്ഷെ കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. 1 മില്യൺ അടുക്ക് റീച്ച് ഷെയർ വന്നു ആ വീഡിയോക്ക്. ആരാ? 11 മില്യൺ വ്യൂ ആണോ? എത്ര പേര് കമന്റ് ചെയ്ത്? പേളിമാണിയൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. പേളിമാണി ആരല്ലോ കൊറേ ഫേമസ് ആൾക്കാർ കമന്റ് ചെയ്തു. ഈ ഭയങ്കര നിഷ്കളങ്കമായിട്ടാണോ സംസാരിക്കണം? അതിന് കുറെ ഫാൻസ് ഉണ്ടല്ലേ. നിഷ്കളങ്കോ? ഇന്നസെന്റ് ആയിട്ട്. ഞാനിങ്ങനെ തന്നെ ആണോ? ശരിക്കും എന്താ എന്റെ അച്ചൂട്ടൻ തന്നെ വിളിക്കാൻ പറഞ്ഞത്? അച്ചൂട്ടൻ വിളിക്കുമ്പോ ആരാ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? എല്ലാരും
പ്രത്യേകിച്ച് ആരെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ എന്റെ ചങ്ങായിമാര് കുറച്ച് നേരത്തെ എന്നോട് പറഞ്ഞല്ലേ ഓൾ അങ്ങനെ വിളിക്കണേ ദേ ഇവിടെ എല്ലാം റോളിങ് കേട്ടോ. CCTV ഉണ്ട്, ഞങ്ങള് മറ്റേ വീഡിയോ ലീക്ക് ചെയ്യും. ഇല്ല അന്ന് നമുക്ക് തേപ്പുകഥയെന്ന് സ്റ്റാർട്ട് ചെയ്യാം. തേപ്പ് കഥ എന്ന് പറഞ്ഞാല് ചുരുക്കി പറയാം, വേണ്ട വിശദമായിട്ട് വിശദമായിട്ട് പറഞ്ഞ പ്രശ്നം അതെല്ലാം ബദറായിരിക്കും. എത്ര നാളായി ബ്രേക്കപ്പ് ആയിട്ട്? കൊറേ 1 വർഷം 2 അതിന്റെ 3 4 വർഷം. അപ്പൊ നീ ഞാൻ കുഞ്ഞനെ എനിക്ക് അന്നേരം ഒരു ഉദ്യാർക്കുമല്ല സത്യം പറയുന്നത്. ഇപ്പൊ ലേശം ഇതുണ്ടല്ലോ ഒരു ഉദ്യാർക്കില്ല, ഉദ്യാർക്കും ഒരു ഉദ്യാർക്കില്ലാത്ത ഒരു ലക്ഷണം കെട്ടുവാണ് ഞാൻ. നല്ല അഭിപ്രായല്ലേ എന്നെ കൊണ്ട് ഞാൻ പണ്ട് അന്നേരം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ലേശം ഒരു കഥയും മെനയൊക്കെ. ആ സ്റ്റോറി പറ കേക്കട്ടെ. ലവ് സ്റ്റോറി തേപ്പ് കഥ പറ. ആരാ തേച്ചേ? അല്ല അവള് നിന്നെ തേച്ചു? അല്ല, എനിക്ക് ഉദ്യാർക്കം ഇല്ലാത്തോണ്ട് ഓളങ്ങ് പോയി. എന്ത് ഉദ്യാർക്കം? അടക്കൊതുക്കം? അല്ല, നമ്മളൊരു നല്ല മോൻ എന്ന് പറയല്ലേ, എന്നെ കൊണ്ട് അത് പറയില്ലെന്ന് പറയൂ. ഇപ്പൊ നല്ല മോനാ? നല്ല മോനാ. അന്ന് വിവരല്ലേ, വയസ്സുമില്ലല്ലോ. ഇപ്പൊ നല്ല മോന. ഇപ്പൊ നല്ല വിവരമുണ്ട്. ആര് പറഞ്ഞു? ഞാൻ തന്നെ, എനിക്ക് സ്വയം തോന്നി. പഴയതൊക്കെ ആലോചിച്ച് നോക്കുമ്പോ അപ്പൊ എന്താ പഴയതിൽ നിന്ന് ഇപ്പൊ ഉള്ള അച്ചൂട്ടന് വ്യത്യാസം? പണ്ട് ഞാന് ഇപ്പൊ നല്ല മോന. നല്ല മോൻ പറഞ്ഞാ ചിന്തിക്കാനുള്ള കഴിവ് വരില്ല, മനുഷ്യന്മാരല്ലേ. 4 വർഷം കൊണ്ട് ചിന്തിക്കാനുള്ള കഴിവ് വന്നു. ഓള് പോയനെ കൊണ്ട് ചിന്തിച്ചൊന്നല്ല, വയസ്സ് കൂടുമ്പോ നമ്മള് ചിന്തിക്കുന്ന കൂടുതൽ. അങ്ങനെല്ലാം ചിന്തിച്ചു. അപ്പൊ ചിന്തിച്ച ഒരു കാര്യം ഇപ്പൊ മണ്ടത്തരായിട്ട് തോന്നുന്നുണ്ടോ? അന്ന് ചെയ്തയില്ല, വെള്ളവും കുടിച്ച് നടന്ന്. പിന്നെ നമ്മൾ എല്ലാരും കുടിക്കാറില്ലേ മദ്യം? ആരോഗ്യത്തിന് ഹാനികരം. അതും കുടിച്ച് നടന്ന്. പിന്നെ ഒരു കാര്യം നേരമ്പോഴത്തേക്ക് ഒരു നട്ടപ്പാരിക്ക് പുരക്കി കയറി വരും. പിന്നെ നമുക്ക് ഒരു ചെറിയോളെല്ലാം വളയുമ്പോ സ്വയം തോന്നുമല്ലോ, ഞാൻ എന്തോ ആന്ന് തോന്നൽ വേണ്ടതിനൊന്ന് തോന്നി. പിന്നെ ഞാൻ പഠിച്ചൊരു പാഠം, നമ്മള് കക്ഷത്തുള്ളതും ഉത്തരത്തിലുള്ള ഒന്നിച്ചെടുക്കാൻ നോക്കും. അപ്പൊ നീ ഒരേ സമയം രണ്ടുപേരും? അല്ല അങ്ങനെയല്ല, ഞാൻ പാഠങ്ങൾ പറയാ. അതല്ല, അങ്ങനത്തെ കുറെ പഠിക്കാനായി. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? കക്ഷത്തിലുള്ളത് പോവാനും പാടില്ല. അപ്പൊ നീ രണ്ടുപേരും നോക്കില്ല? എല്ലാരും നോക്കൂ, എനിക്ക് എല്ലാരോടും ഇഷ്ടമാണ്. സ്നേഹം പരക്കണം എന്നല്ല, മരിച്ചു പോയല്ലേ, മനുഷ്യനല്ലേ, അങ്ങോളം ജീവിക്കുവോ? ഇല്ല. അപ്പൊ കൊറേ പേര് നോക്കി, അപ്പൊ അവള് ഇട്ടിട്ട് പോയി. അപ്പൊ അവളെ കുറ്റം പറയാൻ പറ്റില്ല. ഈ ഇന്റർവ്യൂ അവള് കാണാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ അവളുടെ പേരെന്താ? ഇപ്പൊ സിംഗിൾ ആണോ? ആര്? ഞാനോ? വന്നോ? വരും. കമ്മലിട്ടത് പോയാ കടുക്കനിട്ടത് വരും. കടുക്കനിട്ടത് പോയാ അങ്ങനെ എന്തുണ്ടല്ലോ. ഓക്കെ, അച്ചൂട്ടന്റെ പ്രൊഫൈൽ നോക്കുമ്പോ കൊറേ വീഡിയോസ് ഇങ്ങനെ കൊറേ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയും. കൊറേ ആള് മെയിൻ ഹൈലൈറ്റ് എന്തല്ല, സുഖാണോ, എല്ലാരും സന്തോഷായിട്ടിരിക്കും, അങ്ങനെ ആ ഒരു ഇൻട്രോ പറഞ്ഞു കേക്കട്ടെ. ഇൻട്രോ ഒന്നും ഇല്ല, എന്നാലും ഞാൻ എന്തല്ല സുഖല്ലേ, എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, ഹാപ്പി അല്ലേ. നമ്മളോട് അങ്ങനെ ഒരാൾ ചോദിക്കാനുണ്ടാവും, ഭയങ്കര സന്തോഷല്ലേ. എന്നോട് ഇപ്പൊ ഒരാള് എന്തേ തുമ്മിക്കോ, നമുക്ക് സുഖാണോ, തിന്നിക്കോ പിന്നെ സുഖാണോ എന്നൊക്കെ ചോദിക്കുമ്പോ എനിക്കൊരു സന്തോഷം. അപ്പൊ ഞാനത് ചോദിക്കുമ്പോ കുറച്ചാൾക്ക് സന്തോഷം, കുറച്ചാൾ ഞായക്കട വിളിക്കും, കണ്ടിട്ടില്ലേ? കുറച്ചാള് ഞാൻ മലയാളത്തിൽ പറയണോ? ഇത് കൊയിലാണ്ടി സ്ലാങ് ആണല്ലേ? ഞാളെ നാട്ടിലെല്ലാം ഇങ്ങനെ തന്നെ. എത്ര നാളെ വീഡിയോസ് ഇടാൻ തുടങ്ങിട്ട്? ഞാനൊരു ഗൾഫിൽ പോയി. ഗൾഫിലും പോയി? അതിന്റെ അപ്പാട് ദുബായിലൊക്കെ ആയാലോ? അല്ലല്ല, ഞാൻ ഇവനും കൂടി നാട്ടിൽ നിന്ന് വെറുതെ ഒരു വീഡിയോ ഇട്ടില്ലടാ. ഇവനാണ് എല്ലാത്തിനും കാരണം. സുഹേലും ഞാൻ സത്യം. അപ്പാട് അത് കുഴപ്പമില്ലാണ്ട് 1000 ലൈക്ക് കിട്ടിയില്ലേ? 1000 ലൈക്ക് എപ്പോഴായിരുന്നു? 2021, 22. പിന്നെ അതിനെ കുറിച്ചൊന്നുമില്ല, വീഡിയോ ഒന്നുമില്ല. പിന്നെ ദുബായി പോയ സമയത്ത് ആടുന്ന് റൂമിൽ ഇങ്ങനെ പോസ്റ്റ് ആയിരുന്നു, വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ വീഡിയോ 1000, 2000, 3000, 4000 എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞാലും ലൈക്കായി. പിന്നെ മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ട് അഹങ്കാരം വൈറലായി. ഇപ്പൊ ഇങ്ങനെ വൈറലായി നിൽക്കുമ്പോ എങ്ങനെയാ നാട്ടുകാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയോ? ഒരു 100 ആളുകളുടെ അടുത്ത് പോയിക്കൊണ്ട് ഒരു 14 ആളൊക്കെ വന്നിട്ട് ലോഗിൻ ചെയ്യും. കറക്റ്റ് 14? അങ്ങനെയല്ലേ പറയാ. ഇന്ന് ഇയാൾ വരുമ്പോ ഫുഡ് കഴിക്കാൻ കയറി ഹോട്ടലിലെ ചങ്ങായി ഒന്ന് തിന്നിട്ട് പൈസ വേണ്ടെന്ന് പറഞ്ഞു. ഓന്റെ വരുന്നതിന് അമ്മി. ഞാളോട് പറഞ്ഞു പൈസ വേണ്ട, എന്നെ കാണലുണ്ട്. അത് ആക്ച്വലി എന്നോട് കുറെ പേര് പറയാറുണ്ട്, ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ പൈസ വേണ്ടെന്ന്. അപ്പൊ ഞാൻ അവിടെ തന്നെ പിന്നെ
ഞാള് പിന്നെ പോവുകയല്ല അല്ലേടാ നല്ല സുഖ കാശെടുക്ക അങ്ങനെ ഓസിക്ക്. ഈ പുറത്തിറങ്ങുമ്പോ ആൾക്കാർ എന്തൊക്കെയാ പറയാറ്? ഇപ്പം ഏത് വീഡിയോനെ കുറിച്ച് കൂടുതൽ പറയാ? നാട്ടിലുള്ളവരൊന്നും പറയില്ല, കാരണം ഞാൻ അതിനുള്ളതൊക്കെ പണ്ടേ ഉണ്ടാക്കി വെച്ചിരിക്കും. അതെന്താ ഉണ്ടാക്കി വെച്ചേ? എല്ലാവർക്കും ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടല്ലേ? പക്ഷെ കൊറേ ഫാൻസ് ഉണ്ടല്ലോ. അത് നാട്ടിലല്ലോ അല്ലേ, ഞങ്ങളെ വട്ടത്തിന്റെ അപ്പുറത്ത്. ഏത് വട്ടം? കൊയിലാണ്ടി. നമ്മളൊരു നാടുണ്ടാവില്ല. പിന്നെ കുറെ ആൾക്ക് ഇഷ്ടം. എന്റെ അധികം വ്യൂസ് പെണ്ണുങ്ങള്, ചെറിയ മക്കള്, വിവരം കഥ ലേശൊരു കഥയുള്ള ആരും കാണുകയല്ല. അതായത് അച്ചുടന്റെ ഫോളോവേഴ്സ് ഒക്കെ മണ്ടന്മാരാണ്. അങ്ങനെയല്ല, ലേശൊരു കഥയല്ലേ ഇത്. എന്തെങ്കിലും ഒരു പണിയും പരിപാടിയൊക്കെ ഉള്ളവരൊന്നും കാണുന്നുണ്ടാകില്ല. അതായത് വീഡിയോ കാണുന്ന ആൾക്കാർക്കൊന്നും ഒരു പണിയില്ല. എന്ത് ഞാനെന്നാ പറയുന്നത്? ലേശം ഞായക്കേട് പറയുന്നുണ്ട്, സുഖമാണ്. ചിലർക്ക് ഇഷ്ടമാണ്, ചിലര് ഞായക്കേട് വിളിക്കും. എങ്ങനെയാ അപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ ആലോചിക്കോ ഇതിനെ കുറിച്ച് ഇന്ന് വീഡിയോ ഇടണം, അല്ലെങ്കിൽ ഈ ഒരു മാറ്ററിനെ കുറിച്ച്? ദിലീപേട്ടന്റെ വീഡിയോ ഒക്കെ ഇട്ടുണ്ടായല്ലോ, അതിന് കണ്ടമാനോ നെഗറ്റീവ് കമന്റും ഞായക്കേടും. എന്താ എന്തുള്ള പറഞ്ഞതിന് എന്താ പറഞ്ഞേ? എന്താ ദിലീപിന് എനിക്കിഷ്ടാ, ഇറങ്ങിയതിൽ സന്തോഷം. അല്ലാണ്ട് അതിനെന്തെങ്കിലും പറയാ, അതിജീവിതയ്ക്കൊപ്പം ആണ് ഞാനും. എല്ലാരും കേരളത്തിലുള്ള എല്ലാവരും ഓളപ്പരയിക്കല്ലോ. പക്ഷേ എന്ന് വെച്ച് ദിലീപ് എന്നെ കുറ്റക്കാരനാണൊന്നും ഇല്ലല്ലോ. ഞാൻ എനിക്കിഷ്ടാണ്, ഇറങ്ങിയതിൽ സന്തോഷം എന്ന് പറഞ്ഞു. അതിനെല്ലാരും ഞായക്കേടും ഉയ്യാരോ അങ്ങനെയൊക്കെ. ഓക്കെ, ഏറ്റവും ആദ്യം വൈറലായ വീഡിയോ ഏതാ? ഒരു ക്രീമിന്റെ കുറേ അങ്ങ് പോണം പണ്ട്. അത് വെളുക്കാൻ ഒരു ചങ്ങായി എന്നെ വിളിച്ചിട്ട്, അല്ല എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് ഒരു ക്രീം അയച്ചുതരാം, വൈറ്റനിങ് ക്രീമാണ്, വെളുക്കാനുള്ളതാണ്, 3 മാസം കൊണ്ട് റിസൾട്ട് കിട്ടും, പിന്നെ തേച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് തരണം. അപ്പോൾ എനിക്ക് അന്നേരം തോന്നി, വെളുക്കാനുള്ളതും തരുന്നു, കറക്കാനുള്ള ക്രീമൊന്നും തരുന്നില്ലല്ലോ. ഇത് ഇല്ലല്ലോ, കറക്കാനുള്ള ക്രീമും ഇല്ലായിട്ട് തരുന്നില്ല. അങ്ങനെയെല്ലാം തോന്നിയാൽ അതാ ഫസ്റ്റ് വൈറലായി. അതെന്താ അവരെ ട്രോൾ കിട്ടോ? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു, വെളുക്കാനുള്ള ക്രീം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഒരാൾക്ക് കറക്കാനുള്ള ഒരു ക്രീം ഇല്ല, കറക്കാനുള്ള ഒരു ഒന്നുമില്ലല്ലോ. കറക്കാൻ നിങ്ങൾ ഇവിടെ പോയി കുത്തിരുന്നിട്ട് ചേച്ചി എനിക്ക് ഇവിടെ ഒന്ന് കറപ്പിച്ചാന്ന് പറയല്ലോ. താടിയും മുടിയൊക്കെ കറുപ്പിക്കാൻ പറയും. താടി ഉണ്ടോ നിങ്ങൾക്ക്? പെണ്ണുങ്ങളെ കാര്യ പറഞ്ഞേ അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്ത് ഒരു വീഡിയോ ഇട്ടു, അതാണ് ഫസ്റ്റ് വൈറലായി. അതാണ് ഫസ്റ്റ് വൈറലായി. ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ അല്ലേ വരാൻ പോകുന്നത്? ന്യൂ ഇയറിനെ കുറിച്ച് എന്ത് വീഡിയോ ചെയ്യാൻ പോകുന്നത്? ഹാപ്പി ന്യൂ ഇയർ. അങ്ങനല്ല, ഇത് ഇപ്പൊ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ പോലെ ന്യൂ ഇയർ ആൾക്കാരോട് ഇപ്പൊ ന്യൂ ഇയർ വിഷ് എങ്ങനെയായിരിക്കും പറയുന്നത് അച്ചൂട്ടന്റെ സ്റ്റൈലില്? എന്റെ സ്റ്റൈലില് ഞാൻ പറയും, പിന്നെ കഴിഞ്ഞ കൊല്ലോ, അതിന്റെ മുമ്പിലത്തെ കൊല്ലോ, കഴിഞ്ഞ കൊല്ലം ഒക്കെ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഈ കൊല്ലം അങ്ങനെ തന്നെയോ? കൊല്ലം അങ്ങനെ തന്നെ സമയം വരും. എങ്ങനെയുണ്ടായിരുന്നു ഈ 2025? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും 2025 ഒന്നുമില്ല പറയാൻ. 2018 വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താ അതിനുശേഷം ഓർമ്മ പോയാ? അതിനുശേഷം ഒരു തിരുവാടം കിട്ടിയില്ല, ഒറ്റ പോക്ക്. അതിനുശേഷം ഒന്നും മനസ്സിലായില്ല, ഒറ്റ പോക്ക്. കോവിഡ് വന്നോ? ആയിരിക്കും. എനിക്കോ? ഇല്ല. എന്താ 2018 മുന്നേ ശേഷം 18 ആകുമ്പോൾ നമ്മളിങ്ങനെ വലുതാവണം എന്നുള്ള പൂതിയും പാട്ട് വയസ്സല്ലേ ഉള്ളൂ, വലുതാവണം. അന്നേരം ചെക്കന്മാരിലെ അതിനൊക്കെ പോകുമ്പോൾ വിചാരിക്കും ഒന്ന് വലുതാണെന്നൊക്കെ ചെക്കന്മാരെ കാണുമ്പോ. ഇപ്പൊ ഓരോന്ന് സങ്കടം വരിക, മുട്ടെല്ലാം വേദനയാകുക, ഊര വേദനയാകുക. അപ്പം വയസ്സനായി എന്നുള്ളൊരു 25 വയസ്സിൽ മുട്ടുവേദന, 30 വയസ്സാവാറായി എനിക്ക് അറിയോ? എനിക്കൊരു വേദന ഇല്ലല്ലോ. എനിക്കുണ്ട്, അയക്കുന്നുണ്ട്, വെറുതെ കുത്തിരിക്കല്ലോ. ഇതേ ഞാൻ അയക്കുന്നു. എന്നിട്ട് പിന്നെ ഓരോരുത്തർ കല്യാണം എല്ലാം കഴിക്കുമ്പോ ഭയങ്കര സങ്കടം. എന്റെ ഗ്രൂപ്പിലൊക്കെയുള്ള സ്കൂൾ ഗ്രൂപ്പ് അത് ഞാൻ കണ്ടു. 55 പേരിൽ 54 പേരും കല്യാണം കഴിച്ചു. അച്ചൂട്ടന് മാത്രം പെണ്ണില്ല, ഉള്ളതാണെങ്കിൽ തേച്ചിട്ടും. അല്ല, പെണ്ണ് കല്യാണം കഴിക്കാൻ ടൈം ഉണ്ട്. പക്ഷെ ഇവരൊക്കെ കഴിക്കുമ്പോ മാത്രല്ല, ആര് കല്യാണം കഴിച്ചാലും നമുക്ക് അറിയാം, എനിക്കോ കല്യാണം കഴിക്കുന്ന ഒരു സേവ് ദി ഡേറ്റ് അയച്ചു തരും. ഇത് എനിക്ക് മാത്രം മനഃപൂർവ്വം എല്ലാവരും കൂടി അയച്ചു തരാം, ഒരേ സേവ് ദി ഡേറ്റ്. എന്നിട്ട് പോവാറുണ്ടോ കല്യാണങ്ങൾക്കൊക്കെ? കാണുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അതൊന്നല്ല, ചെറുതായിട്ട് കാണുമ്പോ കണ്ണു പറയല്ലേ? എന്താ കല്യാണം കഴിക്കാൻ ഇത്ര ആഗ്രഹം? സമയമുണ്ടല്ലോ, 25 വയസ്സല്ലേ ആയിട്ടുള്ളൂ. സമയമുണ്ട്. എനിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണൊന്നും പോരാ. പിന്നെ എങ്ങനത്തെ പെണ്ണ്? എനിക്ക് പണിയെല്ലാം ഉള്ള. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുരക്ക് ഇങ്ങനെ കുത്തിരിക്കും, കുഞ്ഞനെ നോക്കി പുര നോക്കി. ഞാനൊരു വീഡിയോ ഉണ്ട്, ഏതെങ്കിലും പെൺപിള്ളേരുണ്ടെങ്കിൽ വാ, ഞാൻ ഹൗസ് ഹസ്ബൻഡ് ആയിട്ട് ഇരിക്കാം. ഞാൻ വെറുതെ പറഞ്ഞല്ല, എനിക്ക് ഞാൻ റെഡി ആയിന്. ആണോ? പ്രായത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 35 മേലെ പോകണ്ടല്ലടാ. എനിക്ക് 30 ആവുന്നേ ഉള്ളൂ. 29, only 4 years difference. വീട്ടിലിരിക്കണം. പക്ഷെ എടാ, എനിക്ക് ഒതിയാർക്കുണ്ട്, നല്ല ഒതിയാർക്കുണ്ട്. ഞാൻ ഇരിക്കും നോക്ക്.
എനിക്കിപ്പോ നല്ല അടക്കം ഒതുക്കവാ. പ്രേക്ഷകരോട് ചോദിച്ചാൽ മനസ്സിലാവും. അതെ 4 വയസ്സ് ഡിഫറൻസ് ഓക്കെ ആണോ? വേണ്ട. എന്താ വീട്ടിലിരുന്നോ? ഞാൻ പൊന്നു വരെ നോക്കിക്കോളാം. വേണ്ട. 4 നേരം ഫുഡ്, ഡ്രസ്, ഗെയിം, PS5 വാങ്ങിച്ചു തരാം. ഗെയിം കളിച്ചിരുന്നോ? പിന്നെന്താ? എന്റെ സങ്കല്പത്തിൽ കുട്ടി ഇങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? കുറച്ചുകൂടി ഗ്ലാമർ കൂടുതലാന്നൊക്കെ. എങ്ങനെയാ സങ്കല്പത്തിലുള്ള കുട്ടി? ഒരു നല്ല ഓഫറായിട്ട് ഒന്നും കൂടെ ആലോചിച്ചോ. നോക്ക്, പണിക്ക് പോകണ്ട, നമ്മള് സൊമാറ്റോന്ന് ഫുഡ് ഓർഡർ ചെയ്യും, വീട്ടിലിരുന്നാ മതി, ഗെയിം സ്റ്റേഷൻ വാങ്ങിച്ചു തരും. സൊമാറ്റോ നമ്മളെ നാട്ടില്. എന്റെ വീട്ടിലേക്ക് വാ. കുരുടിമുക്ക് വിട്ടിട്ട് ഒരു വൈക്ക് ഞാള് ആരെ വിട്ടിട്ട്? വരില്ല. കുരുടിമുക്ക് വിട്ടിട്ട്. അതെന്താ? ഞാളെ വട്ടാലേ കുരുടിമുക്ക് മേപ്പേര്. അതല്ല, നമുക്ക് ആഴ്ചയിൽ ഒരിക്കല്, മാസത്തിലൊരിക്കല് 2 ദിവസം വേണമെങ്കിൽ കുരുടുമുക്കിൽ പോയി നിന്നു. ബാക്കി മൊത്തം ഞാൻ നോക്കിക്കോളാം. എവിടെ നീ ആണെങ്കിൽ വരില്ല. എവിടെ കിട്ടി ഇത്രയും നല്ല ഓഫർ? ഞാനാണെങ്കിൽ ഇതേപോലത്തെ ആണോ? എന്നാ കൊണ്ടോ. ഞാനാണെങ്കിൽ ഇതേപോലത്തെ എന്റെ ഭാവി ഹസ്ബൻഡിനെ കുറിച്ചുള്ള സങ്കല്പം ഇതാണ്. വീട്ടിലിരിക്കണം, എല്ലാ ചെലവും ഞാൻ നോക്കും, പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. എന്റെ കൂടെ മാത്രം പുറത്തിറങ്ങും. നടപടിയാകില്ല. നേരം വെളുക്കുന്ന എനിക്ക് ഇഷ്ടമുള്ളടത്തിലൊക്കെ പോന്ന് ഇങ്ങനെ 2000 ഒരു 5000 നേരെ പൈസ അയച്ചു തരിക. പിള്ളേർ കേൾക്കണേ പിള്ളേർ നോക്കി കുത്തിരിക്കുക, ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക. ആദ്യം പിള്ളേരായിട്ട് കല്യാണം കഴിക്കാം. എന്താ നല്ല ഓഫറല്ലേ? അതെ. എന്നാ പറ, എന്താ ഓതിയാർക്കുള്ള പെണ്ണ്? ബാക്കി സങ്കല്പം പറ. സങ്കല്പം എന്ത്? നല്ലൊരു പണി വേണം കാര്യത്തില്. പിന്നെ പൈസ വേണം. സ്നേഹം മാത്രം ഉണ്ടായിട്ട് ജീവിക്കാൻ പൈസ എന്തായാലും. കിടിലം പോലത്തെ ഒരു പോരാ. ഫോർച്യൂണർ ബ്ലാക്ക് മാത്രമേ, വേറെ ഒന്നും വേണ്ട. ഒരു ബെനലി 600 മതി. ബാങ്ക് ബാലൻസ് ഓക്കെ. മാസം ശമ്പളം കിട്ടുന്ന ഓള് സേവിങ്സ് ആയിക്കോട്ടെ, എനിക്ക് വേണ്ട എനിക്ക് തന്നോട്ടെ, എന്റെ കാര്യങ്ങൾ നോക്കാം. അങ്ങനെ അച്ചൂട്ടൻ അപ്പൊ വീട്ടിലിരിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും നല്ല ഒരു ഹൗസ് ഹസ്ബൻഡിനെ ആവശ്യമുള്ള ആൾക്കാർ അച്ചൂട്ടനെ കോണ്ടാക്ട് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് കുറെ പ്രപ്പോസൽസ് എന്തായാലും വരും. കാരണം കുറെ ഗേൾസിന് ഇങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടമാണ്, നമ്മൾ വരച്ച് വരെ നിൽക്കുന്ന ആൾക്കാരൊക്കെ. അപ്പൊ അങ്ങനെ പ്രപ്പോസൽ വന്ന് ഇപ്പൊ ഒരു 3-4 പേര് ഒരേ സമയം പ്രപ്പോസ് ചെയ്ത് എന്ത് ചെയ്യും? ഓൽക്കാരും കുഴപ്പമില്ലെങ്കിൽ 4 ആളും ഞാൻ റെഡിയാ. വെറുതെ അവളിട്ടിട്ട് പോയത്. ഇപ്പോഴും ഒരു മാറ്റമില്ലേ? അതിനുശേഷം പിന്നെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായില്ല? ഉണ്ട്, പക്ഷെ അങ്ങനെ പ്രേമം അല്ല. പിന്നെന്താ? ഇഷ്ടം. നമുക്ക് എല്ലാരും ഇഷ്ടല്ലേ? ക്രഷ്. ആരോട് ഇപ്പൊ ക്രഷ്? ലേറ്റസ്റ്റ് ക്രഷ് എസ്തറനിൽ. അതെന്താ എസ്തറനിൽ ഇഷ്ടപ്പെടാൻ റീസൺ? എന്ത് റീസൺ? കണ്ടൊരു ഇഷ്ടപ്പെട്ടു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നുമില്ല. ഇപ്പൊ നമ്മള് പുറകുടുമ്പോ കുടുംബം വരുമ്പോഴേ കണ്ട ഞാനോട് ഓളെ ഇഷ്ടപ്പെടും. എങ്ങനെയുള്ള പെണ്ണിനെ ഇഷ്ടം? കാണാൻ അങ്ങനെ ഇന്ന ഇതൊന്നുമില്ല, പെണ്ണായാ മതി. എന്നാലിപ്പോ കൊറേ മുടി വേണം, അല്ലെങ്കിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കണം, നാടനായിരിക്കണം, അങ്ങനത്തെ ഒരു സങ്കല്പം എനിക്കില്ല. പെണ്ണ് നല്ലൊരു മോള്. ഓക്കെ. എന്താ അച്ചൂട്ടൻ്റെ ഇപ്പൊ കൊയിലാണ്ടിയിലാണോ താമസിക്കുന്നത്? കൊയിലാണ്ടി അഡ്രസ് പറയണ്ടല്ലേ? പറഞ്ഞോ, ഇപ്പൊ പ്രപ്പോസൽസ് ഒക്കെ വന്നാലോ? കൊയിലാണ്ടി മേപ്പേര്, കുരുടിമുക്ക്, ചങ്ങരവള്ളി, ഉള്ളേരി, നടുവന്നൂര്, പേരാമ്പ്ര. പിൻകോഡ് 603524. ശരി, ഓക്കെ. അവിടെ എന്ത് ചെയ്യുന്നു? പെയിന്റിങ്. കൊറേ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്, പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്. വീട്ടിലാരൊക്കെ ഉണ്ടോ? ഞാന്, അമ്മ, പെങ്ങള്. ഓക്കെ. ഹാപ്പി ഫാമിലി. സന്തോഷത്തിന്റെ കാര്യത്തിൽ എന്താ ഈ സന്തോഷത്തിന്റെ സീക്രട്ട്? എന്താ എല്ലാ വീഡിയോസും ഭയങ്കര ഹാപ്പി? ഞാനല്ലേ ഹാപ്പിയാ, പൊതുവെ ഹാപ്പിയാ. എന്താ ഇത്ര ഹാപ്പിനെസ് എവിടെ നിന്ന് വരും? ഹാപ്പിനെസ് എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് അത് ഇപ്പൊ ഒരുത്തനെ കണ്ടിട്ട് എനിക്ക് ഓനെ പോലെ ആണോ, അല്ലെ ഓൻ്റെ കൂട്ടാണ്ടീനു, ഓൻ അങ്ങനെയല്ലേ ഞാൻ ഇങ്ങനെയല്ലേ, അതൊന്നും എനിക്കില്ല. ഞാൻ ഇതല്ലേ സന്തോഷം. പൊരണ്ട് ഇത് കൊട്ടാരല്ലെങ്കിലും സ്വന്തം എന്ന് പറയാൻ പൊരണ്ട്. തിന്നാനും കുടിക്കാനും കിട്ടുന്നുണ്ട്, ഇടാനും ഉടുക്കാനുണ്ട്. കൊതുള്ള സമയം വരെ പണിക്കും പോവാം. എന്തുള്ള സമയം? ആരോഗ്യം അത് മാറിയില്ലേ, പണിക്കും പോവാം. അപ്പൊ സന്തോഷ. ഞാൻ അതില് ഞാൻ പണി എടാ ഞാളെ കൊന്ന അതല്ല.
അല്ലല്ല ഞാളതല്ല ഞാള ശരിക്കും എന്താ ഉള്ളേ? ആരോഗ്യം ആരോഗ്യം. ആ ഇവിടെ അതിന് വേറെ മീനിങ് ആട്ടോ. ഓക്കെ പറ. ആ അപ്പോ എന്ത് നമ്മൾ പറഞ്ഞേ? പണിക്ക് പോവാം. അതിനുള്ള സമയം വരെ പണിക്ക് പോവാം. ഹാപ്പിയാണ് ഇപ്പൊ. ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല. അതിലൊരു തീരുമാനമായി. ഇനി അങ്ങോട്ട് എന്താന്ന് ഇനി അങ്ങോട്ട് വെച്ചടി വെച്ചടി കഴിച്ചിരിക്കും. ഇതുവരെ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത് മതി എനിക്ക്, ഞാൻ ഓക്കെ. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടാകുമ്പോ ഉണ്ടാട്ടെ. ഞാൻ ഈ പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം മനുഷ്യന്മാർക്ക്, പക്ഷെ അതൊന്നും സംഭവിക്കാത്തതിലും നടക്കാത്തതിലും എനിക്ക് ഒരു സങ്കടമില്ല. ഇപ്പൊ ഉള്ളതിൽ ഞാൻ 100-ൽ 110% ഹാപ്പി. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ്. യാ ഓക്കെ. അപ്പോ വീട്ടിലെങ്ങനെ സപ്പോർട്ടൊക്കെ അമ്മ അനിയത്തിയൊക്കെ അവർക്കൊക്കെ ഇഷ്ടമാണോ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ ഞായക്കിടക്ക് വിളിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അമ്മ കാണലൊന്നുമില്ല. പെങ്ങള് കാണും, റെഡിയാ, ലൈക്ക് അടിക്കും. ഓക്കെ. ഈ 2026 ഇപ്പൊ വരാൻ പോവാണല്ലോ, അപ്പൊ എന്തെങ്കിലും റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടോ? ന്യൂ ഇയറിന് ഞാൻ ഇങ്ങനെ ചെയ്യണം, ജിമ്മിന് പോണം. ഓൾറെഡി ജിമ്മാണ്. എനിക്കൊരു ബാഡ് ഹാബിറ്റ് എനിക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഉദ്യാർക്കൊല്ലാത്തവനിൽ നിന്നും മനുഷ്യനായോനാ. എനിക്ക് ഒന്നും മാറ്റാനില്ല. ഞാൻ അടിപൊളി. ഇപ്പൊ സ്വന്തം എനിക്ക് തോന്നി ഞാൻ നല്ല മോനാണ്. നല്ല മോനാ? എന്ത് മദ്യപാനം നിർത്താനുള്ള റീസൺ? അങ്ങനെയല്ല, മദ്യപാനൊന്നുമില്ല. അത് ഞാൻ കണ്ടു ഒരു ഓണത്തിന്റെ വീഡിയോയില്. മുണ്ട് കുറച്ച് ഞാൻ നിലത്തിടും, പിന്നെടുത്ത് തലയിൽ ഇട്ടു. മദ്യപാനം എന്നല്ല, നമ്മൾ ചങ്ങായിമാരെല്ലാം കൂടുമ്പോ ചെറുതടിക്കുകയൊക്കെ ചെയ്യല്ലോ. അതെല്ലാം നിർത്താൻ എന്ത് മതിയായി. അതിന് മാത്രം ഇനിയിപ്പം കൂടിപ്പോ പകുതി ഐസിന്റെ പകുതി കഴിഞ്ഞില്ലേ? നിന്റെ എല്ലാം 3/4 കഴിഞ്ഞില്ലേ? അല്ലടാ 30 ഞാളെല്ലാം പകുതി കഴിഞ്ഞു. ഇനി ഒരു പകുതിയും കൂടി. ഞാൻ ഒരു 70-75 വരെ പോകും. അതെന്താ അങ്ങനെ? പോട്ടെ. ഞാനൊരു 50 ആകുമ്പോഴത്തേക്ക് എന്നെ ആരെ അടിച്ചു കൊല്ലൂലടാ. അപ്പോഴേക്കും പെണ്ണ് കിട്ടോ? പെണ്ണ് കിട്ടോ? 5 എണ്ണം നേരന്ന് നിൽക്കും പിള്ളേര്. 6 പിള്ളേര് എന്റെ ഇല്ലടാ. എനിക്ക് വേറെ അങ്ങനെ മദ്യപാനം നിർത്തി. മദ്യപാനല്ല, ലൈറ്റ് ആയിട്ട് കഴിക്കുന്നത് നിർത്തി. അങ്ങനെ അത് നിർത്തി. ജിമ്മിൽ പോകാൻ പൂതി വന്ന എന്താന്ന് വെച്ചാല് കുമ്പെല്ലാം വന്നില്ലടാ. ഇപ്പല്ലേ പോയി കുമ്പെല്ലാം വന്നേരം ഞാൻ വിചാരിച്ചു അയ്യേ ഒരു സുഖമില്ലല്ലോ. പിന്നെ ഒരു ഓപ്ഷൻ ജിമ്മാണല്ലോ. പിന്നെ ജിമ്മിൽ പോയി ജിമ്മിലാന്നെ ഫുള്ള് പിള്ളേർ, അതിനെ കൊണ്ട് ലീവ് ആക്കുന്നില്ല. ഡെയിലി പോകും, ഒരു മോട്ടിവേഷനാ. ഫുള്ള് പെൺകുട്ടികളും നല്ല രസാ. എന്റെ ജിമ്മിലും കുറെ ചിക്സ് ഉണ്ട്. അതെ, ഭയങ്കര സുഖം പോവാനൊക്കെ. പിന്നെ നല്ല ട്രെയിനർമാരാ. കൃഷ്ണേട്ടാ, മറ്റേ ട്രെയിനർ മിഥുനെ, നന്ദഗോപാ, മൂന്നാളെ വിളിച്ച പാവങ്ങളാ. അങ്ങനെയാണ്. എന്താ അപ്പോ എന്റെ ഒരു ഇന്റർവ്യൂ എടുക്കണം എന്ന് നമുക്ക് മെസ്സേജ് അയക്കാനുള്ള റീസൺ? പണ്ട് 2022 അന്നേരം ഒന്നും അയക്കില്ല. അന്നേരം എല്ലാവരും ഇന്റർവ്യൂ കാണുമ്പോൾ ഒരു പൂതിയാകുമല്ലോ. അന്നേരം ഒന്നുമില്ല. അന്നേരം ഞാൻ വെറുതെ മെസ്സേജ് അയച്ച വെറുതെ. അത് കണ്ട 2025 3 കൊല്ലം കഴിഞ്ഞായിരുന്നു. 3 കൊല്ലം എടുത്തു. അതുവരെ എന്താ വേറെ ആൾക്കാർക്ക് ഇന്റർവ്യൂ കൊടുക്കാന്? എന്റെ ഷോയിൽ തന്നെ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ? അതെ അതെ. സന്തോഷില്ലല്ലോ പറഞ്ഞേ? അല്ല സന്തോഷം. പക്ഷെ ഞാൻ അറിയില്ല മസ്താനിയാന്നുള്ളത്. ഇന്നിവിടെ ആരുള്ളേ? ഞാൻ ഇവനോട് വണ്ടിന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്നതെല്ലാം ആണുങ്ങളാണല്ലോ, ഇന്റർവ്യൂ എടുക്കുക ആണുങ്ങളായിരിക്കും. റെഡി. അമ്മ എനിക്കൊരു നമ്പർ തന്നു, അതിലേക്ക് വിളിച്ചാൽ മതി. എത്തിയിട്ട് ഇവിടെ വന്ന് വിളിച്ച് ആണുങ്ങൾ തന്നെ മൂപ്പര് വന്ന് കേറി. അന്നേരം ഇവൻ പറഞ്ഞു മസ്താനി അതാ മേലേക്ക് പോയിക്കാന്ന്. മേലേക്ക് പോയിക്കാന്ന്. ഞാൻ കണ്ടിക്കില്ല. അപ്പാട് വന്ന് നോക്കുമ്പോ നിങ്ങള് സന്തോഷം. എന്റെ ഫാനാ? പോടോ ഓന്. നീയല്ലേ? ഞാനും. എന്റെ ഫാനല്ലെങ്കിൽ ഞങ്ങൾ ഇന്റർവ്യൂ പോസ്റ്റ് ചെയ്യില്ല. പറ ഫാനൊന്ന്. ഫാനാ? ആരുടെ? ചേച്ചിയുടെ ഭയങ്കര ആരാധന. വിളിക്കണ്ട. പിന്നെ ഞാൻ ചേർന്നല്ലേ? മസ്തു വിളിച്ചാ മതി. വിളിക്ക്. മസ്തു. സ്നേഹത്തെ വിളിക്ക്. മസ്തു. എന്താ ഒരുമാതിരി പൂച്ചനെ കളിക്കുന്നല്ലേ? അത് സ്നേഹമില്ല, ഈ വീഡിയോയില് മാത്രമേ ഉള്ളൂ അല്ലേ? അല്ലല്ല, എനിക്ക് ഭയങ്കര സ്നേഹം എല്ലാവരോടും. ആരോടെങ്കിലും ദേഷ്യം ഉണ്ടോ? മറ്റേ തേച്ചിട്ട് പോയാ
അയ്യ ഇല്ല. അയ്യ പിന്നെ തേച്ചിട്ട് പോയി പറഞ്ഞോടാല്ലേ എനിക്ക് ഉദ്യാർക്കും അല്ലാത്തതിന് ഓളെന്താക്കി അപ്പൊ ഓള് തിരിച്ചു വന്ന ഓള് സന്തോഷമായിട്ട് ജീവിക്കാം. കല്യാണം കഴിഞ്ഞോ? ആ അയ്യോടാ വിഷമായോ കല്യാണം കഴിഞ്ഞപ്പോ? എന്തിന്? ഇല്ല. കുട്ടിയായോ? അറിയില്ല, ഞാൻ പിന്നെ മൈക്ക് പോയിക്കില്ല. എന്നാലേ നമ്മൾ ഒരുപാട് സ്നേഹിച്ച ആൾക്കാർ ഇങ്ങനെ വിട്ടിട്ട് പോകുമ്പോ വിഷമില്ല? കരയേ? ഞങ്ങക്കത് സൂം ചെയ്യണോ? ഒരു കുഴപ്പമില്ല. ഒരാളിപ്പം വേറൊരാൾക്ക് വേണ്ടെന്ന് പറഞ്ഞാലും സന്തോഷത്തോടെ പോവാ, വേണമെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ വരിക, ആ വിഷയം ഇല്ല. ഞാൻ അത് ആലോചിക്കലേ ഇല്ല. ആ പക്ഷേ ഇപ്പൊ ഈ പുതിയ ബിഗ് ബോസ് ഒക്കെ ഇപ്പൊ റീസെന്റ് സ്റ്റാർട്ട് ചെയ്യും, പോവാൻ ആഗ്രഹമുണ്ടോ? മോഹൻലാൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഏഷ്യാനെറ്റ്, ഇനി ഞാൻ മെസ്സേജ് അയക്കാൻ ഒരാൾ ബാക്കിയില്ല. ബിഗ് ബോസ് പോവാൻ ഇഷ്ടമാണ്. ബിഗ് ബോസ് ഞാൻ എന്റെ വകുപ്പായി തരുമോ? എന്റെ വകുപ്പായി തരുമോ? വകുപ്പാക്കി തരുന്നുണ്ട്. ചീറിക്കും ഞാൻ. നോക്കിയോ, ഞാൻ പോയിക്കുണ്ടല്ലോ. മറ്റേ എന്ത് ചെയ്യാ, ഇതുവരെ ഇപ്പൊ സീസൺ 8 വരാൻ പോകുന്നത് 8. 7 വരെ കാണാത്ത കളി ഞാൻ കാണിച്ചു കൊടുക്കും. അതെന്ത് കളി? അതല്ല ചീറിക്കും ഞാൻ. എന്ത് ചെയ്യാൻ പോന്നെ? കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒക്കെ മാറും. ഞാൻ തന്നെ നാഗവലിയായിരുന്നു 2 ആഴ്ച. അപ്പൊ നീ എന്ത് ചെയ്യും? ഞാൻ അവിടെ പോയാൽ ഉഷാറാക്കും. ബിഗ് ബോസ് പോയിക്കണ്ട ഞാൻ ചീറിക്കും. നമ്മക്കൊരു ഉറപ്പുണ്ടല്ലോ, ഞാൻ പൊളിക്കും. അതിൽ പോയാൽ കപ്പ് കിട്ടോ? എന്ത് ചോദിക്കാനാ? കിട്ടൂല. കിട്ടുന്നു ലാസ്റ്റ് സത്യം. പോയിക്കുണ്ടെങ്കിൽ അച്ചൂട്ടൻ കപ്പും കൊണ്ട് തന്നെ വരും. സത്യമായിട്ടും. എന്ത് ചോദിക്കാനാ? എനിക്ക് വേണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ഞാൻ പോയി ചീറി. ബിഗ് ബോസിൽ ഒരു പണി ചെയ്യും, ഓലോട് എന്നെ ഒന്ന് നോക്കാൻ പറ. എന്നിട്ട് എനിക്ക് നീ പോടുവാനെന്ന് പറഞ്ഞാൽ ഞാനിങ്ങ് പോരും, വിഷയമല്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു കലക്കും ഹൗസ് 2 ആക്കും. അങ്ങനെയൊന്നുമല്ല, ഞാൻ ആ കപ്പും കൊണ്ടേ വരും. എന്തായാലും ചായക്കപ്പാണോ? അവിടെ എല്ലാവർക്കും ഓരോ കപ്പ് കിട്ടും. അതാണോ? അതെനിക്കും കിട്ടിയായിരുന്നു. ഫസ്റ്റ് കിട്ടിയ വേറെ നാള് പൈസ ഉണ്ടോ? ഫസ്റ്റ് കിട്ടിയാ വലിയൊരു ട്രോഫി കിട്ടും, കുറെ ലക്ഷങ്ങൾ കിട്ടും, കാറ്, പിന്നെ മൈജിയുടെ വക കുറെ സാധനങ്ങള്, പിന്നെ കുറെ ഇനോഗ്രേഷൻസ്, പരിപാടീസ്, കൊളാബറേഷൻസ്. എനിക്കൊന്നും കിട്ടില്ല. ഞാൻ 2 ആഴ്ച വിന്നർക്ക് നമുക്കൊന്നും കിട്ടില്ല. ഓക്കെ, ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ കൂടെ ആരൊക്കെ വേണമെന്ന് ആഗ്രഹം കണ്ടസ്റ്റൻസ് ആയിട്ടും? അങ്ങനെ എനിക്ക് ഇന്നാളൊന്നും വേണം, കുറെ പെണ്ണുങ്ങളും കുറച്ച് ആണുങ്ങളും. പെണ്ണുങ്ങളോടാണ് താല്പര്യം? അല്ല, അങ്ങനെയല്ല, എല്ലാം വേണ്ടേ, എല്ലാരും വേണ്ടേ. മാച്ച് അവിടെ പോയിട്ട് ലവ് സ്ട്രാറ്റജി കാണിക്കും. ലവ് എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്യണ്ട. ഞാൻ അവിടെ പോയിട്ട് അങ്ങ് അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് അച്ചൂട്ടനെ പ്രപ്പോസ് ചെയ്ത് എന്ത് ചെയ്യും? ഞാൻ എന്താ പണി നോക്കും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്, നല്ല ഫേമസ്, കുറെ ഫാൻസ് ഒക്കെ ഉണ്ട്, നല്ല റിച്ചാ. അപ്പൊ ഒരു തിരൂർ പെണ്ണിന്റെ താലിയും ഒരു മാലയും വാങ്ങും. ബിഗ് ബോസ് കിട്ടും, കൂടെ കൊണ്ടുപോകും. ഓക്കെ, എങ്ങനെയായിരിക്കും ഗെയിം കളിക്കാൻ പോകുന്നത്? പോയി കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് കളിക്കോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കളിക്കോ, ഫണ്ണായിട്ടിരിക്കോ? ഞാൻ എന്താണോ അങ്ങനെ നിൽക്കും. എനിക്കിപ്പോ അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്താണോ അങ്ങനെ നിൽക്കും. ഇൻ കേസ് സെലക്ഷൻ കിട്ടിയ എനിക്ക് എന്ത് തരും? സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിപ്പോരെന്റെ ആധാരം പണയം വെച്ചിട്ട് എത്ര കിട്ടും തീർത്തും ഞാൻ തരും. അതിൽ ഫസ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് തിരിച്ചെടുക്കാലോ. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. അഞ്ജന മാമിനൊന്ന് വിളിക്കട്ടെ. ഉറപ്പല്ലേ? ഇതൊക്കെ ഓൺ റെക്കോർഡാട്ടോ. ആധാരം, നിന്റെ ആധാരം ഞാൻ എടുക്കുന്നുണ്ട്. അതിനൊന്നും കിട്ടൂല. പണയത്തിലാണോ? വെറുതെ അല്ല. ഓക്കെ, ഇപ്പോ അത് ഫസ്റ്റ് റിലേഷൻ ആയിരുന്നു, ബ്രേക്കപ്പ് ആയിരുന്നു? അല്ലല്ല, അതിന് മുന്നേ റിലേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോ ഒരു പെൺകുട്ടീനെ കണ്ടു കഴിഞ്ഞാ, നല്ല ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി, ഈ പറഞ്ഞ പോലെ ഫോർച്യൂണർ ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, കുറെ മന്ത്ലി സാലറി, ഭയങ്കര റിച്ച്, അങ്ങനെ ഒരു കുട്ടീനെ കണ്ടു. പക്ഷെ അച്ചൂട്ടന് ഇഷ്ടായി, ആ കുട്ടിക്ക് ഇഷ്ടായില്ല. എങ്ങനെയാ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്? അതല്ല, അവൾക്ക് ചെറിയൊരു താല്പര്യം ഉണ്ട്, ഒരു ചെറുതായിട്ട്. ഞാൻ വീട്ടത്ത് മോളെ ഇങ്ങനെയൊക്കെയാണ് എന്റെ സ്ഥിതി, എനിക്ക് എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിലും ഒന്ന് കെട്ടണം, നമ്മൾ പോവല്ലേ, മോള് വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട, പോട്ടെ ആണെന്ന് പറഞ്ഞിട്ട് പോയി. വേണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ആളുടെ പുറകെ പോകും. അത്രേ ഉള്ളൂ. സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ? അത് പറഞ്ഞേരാ. കണ്ടമാൻ ഓഡിഷന് പോയി കേട്ടോ. കണ്ടമാനല്ലെങ്കിലും കുറച്ച് ഓഡിഷനൊക്കെ പോയി. ഇവിടെ കൊച്ചിയില്
എന്നിട്ടെന്ത് കസറി വിട്ട്. ആരാവര്? ഞാൻ തന്നെ അഭിനയിച്ച് തകർത്തൊടുത്ത്. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഡോറ് പൊക്കു. ഒരു ഫോട്ടോ എടുത്ത്. അല്ലല്ല, ഫോട്ടോ എടുത്ത് എന്തിനാന്നറിയോ? ഇനി നീ അപ്ലൈ ചെയ്യുമ്പോ റിജക്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ അപ്ലൈ ചെയ്തൊന്നല്ല. ഞാൻ പോരക്ക് ഇതുപോലെ വെറുതെ എങ്ങനെ ഇരിക്കും എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതാ. ഒന്ന് വരണം. പിന്നെ എന്റെ പേര് ഒരു ചങ്ങയില്ലേനോ, ഒരു തൊണ്ടോണ്ടുണ്ടാക്കിയ കുരങ്ങനെ പോലത്തെ ഒരു ശ്രീകുട്ടെ, ഓനെ കൂട്ടി വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ രണ്ടാളും പോയി. പിന്നെ അതിന്റെ ഒരു വിവരവും ഇല്ല. അതെന്താ, എന്താണ് അതിൽ അവര് ചെയ്യാൻ പറഞ്ഞേ? സ്വന്തം ഭാര്യനെ കൊന്നിട്ട് തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോ ഒരു പിന്നെ കുറ്റബോധം ഇല്ലാണ്ട് നിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാ ചെയ്തതെന്ന്. അന്നൊന്ന് പറഞ്ഞേ കേക്കട്ടെ പ്ലീസ്, എനിക്കൊരാഗ്രഹം. ഭാര്യനെ കൊന്നു. ഭാര്യനെ കൊന്നു. ഭാര്യനെ കൊന്നു. ഞാൻ വരാതെ പോലീസുകാര് ഭാര്യനെ കൊന്നതല്ലേ? ഇപ്പം വരില്ല, അതെനിക്ക് ഒന്നുകൂടി. ഭാര്യനെ കൊന്നില്ല, തെളിവെടുപ്പിന് കൊണ്ടുവന്നാണേ. ഞാൻ ചോദിക്കാം. വീട്ടത്ത് നോക്കില്ല, ചിരി വരുന്നത്. എന്താണ്? ഒന്നുമില്ല. അങ്ങനെ ചോദിക്കും എങ്ങനെയാണോ കൊന്നു ചോദിക്കും. ഓക്കെ, ചിരിക്കോ? ഞാൻ ചിരിക്കും. എന്നെ വിലങ്ങ് വെച്ച് കൊണ്ടുവന്നു. എങ്ങനെയാണോ കൊന്നത്? പറ, എങ്ങനെയാണോ കൊന്നത്? പറ. ഒന്നുകൂടി. എങ്ങനെയാണോ കൊന്നത്? കത്തി കാണിട. എന്റെ പൊന്നു സാറേ, എന്നെ നോക്കണ്ട. അങ്ങനെ ആക്കുന്ന ചുണ്ട് ഉള്ളിന്ന് വരട്ടെ. ഞാൻ ചോദിച്ചു എങ്ങനെയാണോ കൊന്നതെന്ന്. ചോദിച്ചില്ല? സാറോട് ചോദിക്കാം. അല്ല, സാറോട് പറയാം. എന്റെ പൊന്നു സാറേ, കുറ്റബോധം ഇല്ലാണ്ട് പറയാൻ കേട്ടോ. എന്റെ പൊന്നു സാറേ, ഞാൻ അത്രയും സ്നേഹിച്ചതാവണം. ബാക്കി ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. ഇങ്ങനെ അങ്ങനെ അത്രേ ഉള്ളൂ. അന്നാ വേറെ ഒരു പ്രപ്പോസൽ സീൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്തു. അയ്യോ, എന്തേ പെണ്ണയക്കണ്ടേ? എന്നാ അവന് പ്രപ്പോസ് ചെയ്തു. എന്റെ രീതിയല്ല. ഞാൻ ഇപ്പം പോയി അവനെ പ്രപ്പോസ് ചെയ്യണ്ടേ? എന്നാ മസ്താനിയെ, എന്താ ഞാൻ അവിടെ വണ്ടിയും വെച്ച് വരുന്ന ഞാൻ കണ്ടിന്. അവിടെ ഓൻ പറഞ്ഞ് മസ്താനി അതാ പോയിക്കാം. അന്നേരം തന്നെ എനിക്ക് ഇന്നെ ഇഷ്ടമായി. പിന്നെ സ്വന്തം എന്ന് പറയാൻ എനിക്കൊന്നുമില്ല. ഇനി മാത്രം മതി. ഇനി എനിക്കിഷ്ടം. പോയാലോ? എവിടെ പോണ്ടേ? റെഡി ഇല്ല? അടുത്തടുത്ത് ഓക്കെ, പ്രപ്പോസ് ആണ്. എടി അല്ല, എടിയല്ല, മസ്താനിയെ എനിക്കിന്നെ ഭയങ്കര ഇഷ്ടമാടി. സത്യം. ഇതിങ്ങനെ എന്റെ വയ്യ ഇങ്ങനെ നടന്ന് പിന്നെ കുറെ കാലം വയ്യ നടന്ന് ഇന്നെ ഇങ്ങനെ നോക്കിച്ച് അതിനൊന്നും എനിക്ക് നേരല്ല. ഉള്ള പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെന്നെ ഇഷ്ടം? വെറുതെ വന്നായ പാട്ട് പാടും. എനിക്ക് പാട്ട് പാടുന്നവരെ ഇഷ്ടം. സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അച്ചൂട്ടിനൊരു പാട്ട് പാടും. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല സത്യം. പക്ഷെ നല്ല സൗണ്ട് ആണല്ലോ. ഒരു ഗാനാലപിക്കാം. ഗാനാലപിക്ക്. ആലപിക്ക്. ഇത് എക്കോ ഇടണേ, പാട്ട് മാത്രം. എക്കോ ഇടണേ. രണ്ടുപേരും. എൻ തലക്കേറുற பொன்தடம் போடுற எவ்விராடுற என்னடி மாயாவினி என்னெல்லாம் மாத்துற അന്തരമാക്കിற എന്നും കാട്ടുற. എടാ ഉണ്ടല്ലോ കയ്യില്. കൈയടിക്കടാ.